ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? എന്താ വിശേഷം? ഇന്നിപ്പം ആദ്യം തന്നെ പറയട്ടെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ ആൾ വീഡിയോ കാണും, പക്ഷേ ലൈക്കും ഇല്ല, സബ്സ്ക്രൈബില്ല, കമൻ്റ് ഇല്ല. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്തിട്ടില്ലേ കുഴപ്പമില്ല. ഷെയർ ചെയ്യാൻ മാത്രം എന്താ ഉള്ളതല്ലേ? ഷെയർ ചെയ്തിട്ടില്ലേ കുഴപ്പമില്ല. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്താൽ മതി കേട്ടോ. പ്ലീസ് സപ്പോർട്ട് മീ. ഇന്നിപ്പോൾ നല്ല കണ്ണൂരിൻ്റെ ഒറോട്ടി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചു. ഒറോട്ടി നമ്മൾ പത്തലെന്ന് പറയൽ, ഒറോട്ടി എന്നും പറയുന്നേക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടെ ഉണ്ടാക്കലില്ല, എപ്പോഴെങ്കിലും ഉണ്ടാക്കലുള്ളൂ. എനിക്ക് ഇതുണ്ടാക്കുന്ന സമയം നെയ്പ്പത്തൽ ഉണ്ടാക്കുന്നത് ഇഷ്ടമെന്ന് വെച്ചിട്ട് എന്തായാലും ഇന്നിപ്പോൾ നല്ല പത്തലും മുട്ടക്കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പത്തൽ ചുട്ട് കഴിഞ്ഞ് പിന്നെ മുട്ട ആദ്യമേ പുഴുങ്ങി വെച്ചനെ. സാധാരണ തേങ്ങയിൽ മുളകും മഞ്ഞളും ഇട്ട് നന്നായി അരച്ചിട്ട് ഉള്ളി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ഉള്ളി കാച്ചിട്ട് അതിലേക്ക് ഈ അരപ്പൊഴിച്ച് ഉപ്പുമിട്ട് പുഴുങ്ങിയ മുട്ട ഇടുന്ന കറിയാണ് ഞാൻ ഉണ്ടാക്കൽ. തക്കാളിയും പുളിയും ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അതിന്. ശരിക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ടേസ്റ്റ് വന്നപ്പോൾ ഞാൻ അതന്നെ ഉണ്ടാക്കൽ. ഇന്നിപ്പം തക്കാളി ഉള്ളിയെല്ലാം വഴറ്റിയിട്ടുള്ള കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളി ഓയിലിങ്ങനെ വാട്ടിയെടുത്ത്, വെളിച്ചെണ്ണ അല്ല ഓയിലാണ് എടുത്തിന് കേട്ടോ. പിന്നെ തക്കാളിയും പച്ചമുളക് ഇട്ടിട്ടില്ല, ആവശ്യമുള്ളവർക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിനി, അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അതെല്ലാം നന്നായി വാട്ടിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു പൊടിക്കേ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം നന്നായി വാട്ടിയെടുത്തതിന് ശേഷം അതിൽ കറിവേപ്പില എഗ്ഗ് ഇട്ട് ഒന്ന് നന്നായിട്ട് അത് ഇളക്കിയെടുത്ത് അതിൽ നന്നായി പേസ്റ്റായി അരച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റ് മുട്ടക്കറി റെഡി. അങ്ങനെ ഇന്നത്തെ ഒറോട്ടിയും മുട്ടക്കറിയാണ് ഡിന്നർ കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരുപാട് പാത്രങ്ങളുണ്ട്, എല്ലാം കഴുകിയെടുത്ത് വൃത്തിയാക്കിയ പിന്നെയാണ് ഡിന്നർ കഴിച്ചത്. ഡിന്നർ കഴിക്കാൻ എന്തായാലും ലേറ്റാവേ, അപ്പാടന്നെ കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. മക്കൾക്കെല്ലാം നേരത്തെ കഴിച്ച് ഉറങ്ങണ്ടേ, അങ്ങനെ പിന്നെ നേരത്തെ ഉണ്ടാക്കിയതാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അറിയിക്കുക കേട്ടോ. ഇതുവരെ സപ്പോർട്ട് തന്നതിനെല്ലാം ഒരുപാട് താങ്ക്സ്.